ഹേ ഗായ്സ്, അപ്പോൾ ഗോവൻ ട്രിപ്പിന് വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണിത്. രാവിലെ തന്നെ 8:30 ആയപ്പോഴേക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റോട് കൂടി തന്നെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ അഗോഡ ഫോർട്ടിൽ പോവുക, അതും 2 വീലർ സൈറ്റ് സീയിങ്ങിൽ. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് 2 വീലർ സൈറ്റ് സീയിങ് ആണ്. പോകുന്ന വഴിക്ക് കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മുടെ മെയിൻ 2 സ്പോട്ട് എന്ന് പറയുമ്പോൾ അഗോഡ ഫോർട്ടും പിന്നെ ബാഗ ബീച്ചുമാണ്. നമ്മൾ അഗോഡ ഫോർട്ടിൽ കയറുന്നതിന് മുന്നേ അവിടെ പാർക്കിംഗ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാലോ, അവിടെ ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിരുന്നു. ഞങ്ങൾ ടോട്ടൽ 6 ഫാമിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഹിസ്റ്ററി ഞാൻ നോക്കിയത്. 17ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ഫോർട്ടാണ് കേട്ടോ അഗോഡ ഫോർട്ട്. മറാത്ത ഡച്ചുകാരിൽ നിന്ന് നമ്മുടെ പോർച്ചുഗീസ് ശക്തി കേന്ദ്രത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ അഗോഡ ഫോർട്ട് നിർമ്മിച്ചത്. ഈ ഫോർട്ടിനുള്ളിൽ ഒരു ശുദ്ധജലത്തിന്റെ ഉറവയുണ്ട്. അവിടെ നിന്നാണ് ഈ അഗോഡ എന്ന നെയിം ഇതിന് ലഭിച്ചത്. ഇതിന്റെ മെയിൻ പ്ലേസ് വരുന്നത് നമ്മുടെ അറബിക്കടലിന്റെയും മണ്ടോവി നദിയുടെയും സംഗമ സ്ഥാനത്തായിട്ടാണ്. ശത്രുക്കൾ ഒരിക്കൽ പോലും കീഴടക്കാത്ത ചുരുക്കം ചില കോട്ടകളിലൊന്നാണ് ഈ അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. അകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് അവിടുത്തെ മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് കണ്ടത്. ഇത്രയും വർഷത്തെ പഴക്കമുണ്ടെന്നറിയുമ്പോൾ തികച്ചും അത്ഭുതം തന്നെ അല്ലേ. ഞങ്ങൾ അഗോഡ ഫോർട്ടിൽ എത്തിയപ്പോഴത്തേക്കിന് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെയിലായിരുന്നു. എല്ലാവരും ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ കരിഞ്ഞൊരു കോലമായി. അങ്ങനെ അവിടുത്തെ കുറേ കാര്യങ്ങളെല്ലാം കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ യാത്രയായി. അങ്ങനെ ഞങ്ങൾ എക്സിലേക്ക് പോണ വഴിക്ക് ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോ മരത്തിൻ്റെ അടിക്കായിട്ട് ഓടി. പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പുറത്ത് കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു നാരങ്ങകളൊക്കെ കുടിച്ചു. പിന്നെ എവിടെ പോയാലും നമുക്ക് പട്ടി നിർബന്ധമാണല്ലോ. അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് ചില്ലറ ഐറ്റംസ് ഒക്കെ മേടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. ഇതാണ് കേട്ടോ നമ്മളവിടെ നിന്ന് റെന്റിനെടുത്ത സ്കൂട്ടി. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് യാത്രയായി. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ലോവർ ഫോർട്ട് അഗോഡയിലേക്ക്. ഈ പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, ഈ കേരളം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതേപോലുള്ള പച്ചപ്പും കാര്യങ്ങളും. അങ്ങനെ പോകണ വഴിക്ക് എല്ലാവരുടെയും ഒരു ബൈറ്റ് എടുത്ത് പോകലായിരുന്നു കേട്ടോ എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കൂടെ വന്ന ഫാമിലി. ആക്ച്വലി അവരെല്ലാം ഓൾറെഡി ഫ്രണ്ട്സാണ്. നമ്മളാണ് ഇവരൊപ്പം ജോയിൻ ചെയ്തത്. പക്ഷേ എല്ലാവരും അടിപൊളി വൈബായിരുന്നു. അടുത്ത് നമ്മൾ ലോവർ ഫോർട്ട് അഗോഡയിലെത്തി. കഴുത്തിറക്കുന്ന പാർക്കിംഗ് ഫീ കാരണം ഞങ്ങൾ അവിടെ കയറി. അങ്ങനെ അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് ഒരു ഈവനിങ് ടൈം ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും നേരെ പോയത് ബാഗ ബീച്ചിലേക്ക്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരണേ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഹെവൻ എന്നൊക്കെ പറയലേ, അതാണ് കേട്ടോ ഇത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഫുള്ള് കിളിപാറി നടന്നത്. പിന്നെ ക്യാമറ ഉണ്ടായാൽ നമ്മൾ കുറച്ച് ഷോ ഓഫ് കാണിക്കണമല്ലോ. അങ്ങനെ അഗോഡ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് മേടിച്ച് കണ്ണാടി മേടിച്ചിട്ട് ഞങ്ങൾ ബാഗ ബീച്ച് മൊത്തം ഇളക്കി മറിച്ചു. അങ്ങനെ മറിച്ചിട്ടില്ല, കുറച്ചൊക്കെ. സത്യം പറയാലോ, അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് പോരാനേ തോന്നില്ല. ഞങ്ങൾ വന്നിട്ടുള്ള കഫേ എന്ന് പറയുമ്പോൾ അടിപൊളി വൈബുള്ളായിരുന്നു. അവിടെ അടുത്തടുത്ത് കുറേ കഫേസാണ്. ഇഷ്ടംപോലെ പാർട്ടീസും പോണ വഴിക്ക് എല്ലാം നമ്മളെ വിളിക്കലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് കുറച്ച് നേരം വൈബടിച്ചതിന് ശേഷം നേരെ അകത്തേക്ക് കയറി. ഇന്റീരിയറൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഏതോ ഒരു മായലോകത്ത് പോയ പോലെ ഒരു കിളിപാറി നടക്കലായിരുന്നു എൻ്റെ പണി. ഇതിനകത്ത് ഞങ്ങൾക്കൊരു ഷാക്ക് പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണേ. പിന്നെ ഞങ്ങൾ ആ കഫേയിൽ ഫുഡ് മെനു എടുത്ത് ഫുഡ് നോക്കി. ഗോവയിൽ എല്ലാത്തിനും പൊതുവേ വില കൂടുതലെന്നറിയാം, എന്നാലും ഒരു 1.5 വില കൂടുതൽ തന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തു. എനിക്ക് മനസ്സിലായത് ഇത് വേറൊരു ലോകം തന്നെയാണ്. ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സും കസിൻസും ആയിരുന്നു കേട്ടോ നമ്മുടെ കൂടെ വന്ന ഫാമിലീസൊക്കെ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നത്. പക്ഷേ അത് ഫസ്റ്റ് ടൈമാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് വൈബായിരുന്നു എല്ലാവരും. കാരണം നമുക്കൊരു ബോറിങ്ങേ ഇല്ലായിരുന്നു, അത്രയ്ക്ക് വൈബായിരുന്നു. അങ്ങനെ അവിടുത്തെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ഇന്നത്തെ ഡിന്നറൊക്കെ ഇതായിരുന്നു. ഇന്ന് രാത്രി നമുക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ഓളുടെ ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ ഒന്ന്, അതും ഫസ്റ്റ് ആനിവേഴ്സറി. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ട് കേക്കും പോപ്പറൊക്കെ മേടിക്കാൻ പോയതാണ് ഈ രാത്രി. എന്നിട്ട് ഏകദേശം ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അവരുടെ റൂമിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ എൻ്റെ വക ഒന്നുകൂടി ഹാപ്പി ആനിവേഴ്സറി. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വാട്ടർ റൈഡ്സ് ആണ്. അങ്ങനെ രാവിലെ ഉറക്കപ്പിച്ചേന്ന് എണീറ്റ് ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മളെ പിക്കാനുള്ള വണ്ടി കത്തിക്കുമായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് കഴിച്ചു. സോറി, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തില്ല കേട്ടോ. ഇവിടുന്ന് വേണം നമ്മൾ ഡെസ്റ്റിനേഷൻ കൊണ്ട് പോകാൻ. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവിടുത്തെ കുറേ വാട്ടർ റൈഡ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു. അങ്ങനെ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടിയ ഈ ഒരു കുഞ്ഞു കൂട്ടുകാരനാണ് കേട്ടോ സിദ്ധാർത്ഥ്. ആള് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇന്ന് നമ്മുടെ നൈറ്റിലെ പരിപാടി വീണ്ടും ബാഗ ബീച്ച് തന്നെ. ഇന്നലെ നല്ലോണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് ഇന്ന് വീണ്ടും ഞങ്ങൾ ഇറങ്ങി മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് നമ്മൾ കയറിയപ്പോൾ തന്നെ നേരെ ചെയ്യാൻ നോക്കിയത് ഹെയർ ബ്രൈഡ്സ് ആണ്. ഗോവയിൽ വന്ന ഹെയർ ബ്രൈഡ്സ് മുഖ്യമാണല്ലോ. അങ്ങനെ എല്ലാവരും ഹെയർ ബ്രൈഡ്സ് ചെയ്തു. എൻ്റെ ലൈഫിൽ ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അത് ത്രൂ ഔട്ട് 4 ഡേയ്സിലും തലയിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ തലവേദന ഉരുക്കളഞ്ഞു. പിന്നെ നമ്മളവിടെ കുറേ നേരം എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു.
ഹുക്ക ഡ്രൈ ചെയ്തു. നോൺ ആൽക്കഹോളിക് ആണേ. പിന്നെ മാൽഗ ബീച്ചിലെ മെയിൻ താരമാണ് കേട്ടോ ആ പട്ടിക്കുട്ടൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് യാത്രയായി. അപ്പൊ ഇനി അടുത്തടുത്ത ഡേയ്സിലെ കാര്യങ്ങൾ ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോഴേക്കും ബൈ.